കരയിൽ മാത്രമല്ല, കടലിലും പാമ്പുകളുണ്ട്. നമ്മൾ കരയിൽ കാണുന്ന പല പാമ്പുകളെക്കാളും ഉഗ്രവിഷമുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. കോബ്രകളുടെ കുടുംബമായ എലാപിഡയിൽ തന്നെയാണ് കടൽപ്പാമ്പുകളും ഉൾപ്പെടുന്നത്. നീളമുള്ള മെലിഞ്ഞ ശരീരവും തുഴ പോലുള്ള വാലും ഉപയോഗിച്ച് അതിവേഗം കടലിലൂടെ നീന്തുവാൻ ഈ പാമ്പുകൾക്ക് പറ്റും. വെള്ളത്തിൽ നിന്ന് നേരിട്ട് ചർമ്മത്തിലൂടെ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ആകെ ശ്വസിക്കുന്ന വായുവിൻ്റെ 33% ഇങ്ങനെ ചർമ്മത്തിലൂടെ വലിച്ചെടുക്കും. ഹൈഡ്രോഫൈനി, ലാറ്റിക്കൗഡിനി എന്നീ 2 ഉപകുടുംബങ്ങളിലെ 7 ജനുസുകളിലായി 69 ഇനം കടൽപ്പാമ്പുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗം കടൽപ്പാമ്പിനങ്ങളും ഹൈഡ്രോഫൈനി കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇവയെ ട്രൂ സീ സ്നേക്സ് അഥവാ യഥാർത്ഥ കടൽപ്പാമ്പുകളെന്ന് വിളിക്കുന്നു. ഇവർ പൂർണ്ണമായും കടലിൽ തന്നെ ജീവിക്കുന്നവരാണ്. കരയിലൂടെ ഇഴഞ്ഞു നീങ്ങുവാനുള്ള കഴിവ് ഇവർക്കില്ല. അതുപോലെ തന്നെ ഈ പാമ്പുകൾ ഓവോ വിവി പാരസുകളാണ്. അതായത് മുട്ടകൾ അമ്മപ്പാമ്പിൻ്റെ ശരീരത്തിനുള്ളിൽ വച്ച് വിരിഞ്ഞ് പിന്നീട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന രീതി. രണ്ടാമത്തെ ഉപകുടുംബമായ ലാറ്റിക്കൗഡിനിയിൽ സീക്രൈറ്റ് എന്ന കടൽപ്പാമ്പുകളാണ് ഉൾപ്പെടുന്നത്. ഇവർ സെമി അക്വാറ്റിക് ജീവിതം നയിക്കുന്നവരാണ്. ഇവയ്ക്ക് കടലിലും കരയിലും ഒരുപോലെ ജീവിക്കുവാൻ പറ്റും. ഇവരുടെ ശൽക്കങ്ങൾ കരയിൽ ജീവിക്കുന്ന പാമ്പുകളുടേതിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ കരയിലൂടെ ഇഴഞ്ഞു നീങ്ങുവാൻ ഇവയ്ക്ക് പറ്റും. ഈ പാമ്പുകൾ ഓവി പാരസുകളാണ്. അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നു. മുട്ടകളിടാനായി ഇവർ കരയിലേക്ക് കയറി വരും. സീസ്നേക്കുകളിൽ ഏറ്റവും മാരകമായ വിഷമുള്ളത് ഡുബോയിസ് കടൽപ്പാമ്പിനാണ്. LD50 അഥവാ മീഡിയൻ ലീതൽ ഡോസ് പ്രകാരം ഇൻലാൻഡ് തായ്പനും ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്കും കഴിഞ്ഞാൽ ലോകത്തിലെ 3ാമത്തെ വീര്യമേറിയ വിഷപ്പാമ്പാണ് ഡുബോയിസ് കടൽപ്പാമ്പ്. ശക്തമായ ന്യൂറോടോക്സിക് വെനമാണ് ഈ പാമ്പിനുള്ളത്. കൂടാതെ മയോടോക്സിനും ഇതിലടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് ഈ പാമ്പുകൾ വിഷം ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ അത് വളരെയേറെ മാരകമാണ്. മാരകമായ വിഷമുണ്ടെങ്കിലും ഇവർ മനുഷ്യരെ പൊതുവെ ആക്രമിക്കാറില്ല. വളരെ അപൂർവമായി മാത്രമേ മനുഷ്യർക്ക് കടിയേൽക്കാറുള്ളൂ. പലപ്പോഴും മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്ന കടൽപ്പാമ്പുകളെ വലയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനിടയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടിയേൽക്കാറുണ്ട്. കരയിൽ ജീവിക്കുന്ന പാമ്പുകൾക്ക് വലിയ വിഷപ്പല്ലുകളുണ്ട്. പക്ഷേ കടൽപ്പാമ്പുകളുടെ വിഷപ്പല്ല് തീരെ ചെറുതാണ്. അവരുടെ ഇരകളായ മത്സ്യങ്ങളെയും ചെറിയ സമുദ്രജീവികളെയും വേട്ടയാടാൻ ഇത് ധാരാളമാണ്. എന്നാൽ ഈ വിഷപ്പല്ലുകൾ മനുഷ്യരുടെ ചർമ്മത്തിലേക്ക് എളുപ്പം തുളച്ചു കയറണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ കടിച്ചാലും കടിയേൽക്കണമെന്നില്ല. സ്രാവുകളും മറ്റ് വലിയ മത്സ്യങ്ങളും സീ ഈഗിൾസിനെ പോലുള്ള പക്ഷികളും കടൽപ്പാമ്പുകളെ ഇരകളാക്കാറുണ്ട്. ജപ്പാൻ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ കടൽപ്പാമ്പിൻ്റെ മാംസം രുചികരമായ ഭക്ഷണമാണ്.